അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തടസ്സ ഹർജി. വിജിലൻസ് റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായ വാദം കേൾക്കാൻ ഹർജി ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഹർജിക്കാരന്റെ ആരോപണങ്ങൾ, വാദങ്ങൾ? വിജയകുമാർ, നേരത്തെ അതായത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നാണ് ഹർജിക്കാരന്റെ വാദം. അതായത് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത് കീഴുദ്യോഗസ്ഥരാണെന്നും മാത്രമല്ല സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയില്ല, ആദായ നികുതി റിട്ടേണുകളും പരിശോധിച്ചില്ല, ആരോപണ വിധേയനായ P ശശിക്കെതിരെയും അന്വേഷണം നടന്നിട്ടില്ലെന്നും ഹർജിക്കാരൻ ഈ തടസ്സ ഹർജിയിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു എക്കണോമിക് ഒഫൻസ് തന്നെ, അങ്ങനെ ഒരു ബ്രൈബ് ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല വിജിലൻസ് എന്നുള്ള കാര്യം കൂടി ഹർജിക്കാരൻ ഈ തടസ്സ ഹർജിയിൽ പറയുന്നുണ്ട്. കാര്യം ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അഭിഭാഷകനായിട്ടുള്ള നെയ്യാറ്റിൻകര നാഗരാജുവാണ് ഹർജിക്കാരൻ. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.